ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ, നമ്മൾ വീട്ടിലൊക്കെ പൊട്ടിയ പാത്രങ്ങൾ, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ പാത്രങ്ങളൊക്കെ നമ്മൾ എന്താ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒഴിവാക്കും. അപ്പോൾ ചെറിയ പൊട്ടലെന്ന് മീൻസ് പൊട്ടി പുറത്ത് പോവാതെ ഇതുപോലെയൊക്കെ ഇങ്ങനെ നിൽക്കണ ഒരു ഐറ്റംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് യോജിപ്പിക്കാനായിട്ട് പറ്റും, അതായത് ഒട്ടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെ നോക്കാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ. അന്ന് ഞാൻ അതോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചെങ്കിൽ, ആദ്യം ഇത് കണ്ടോ, ഞാൻ ഇപ്പോൾ കാട്ടിയ പോലെ ഈ ഇങ്ങനെ പൊട്ടിയ ഭാഗം ഉണ്ടല്ലോ, അത് ഒരേപോലെ ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കുക. പൊട്ടിയ ആ ഭാഗം ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കുക. പിന്നെ ഒട്ടും തന്നെ ഇതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തെർമോക്കോൾ ഇത്ര പോലെ തെർമോക്കോൾ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്താണ്. ഇപ്പോൾ ഞാനിത് ചെറുതായിട്ട് ഇതുപോലെ തിന്നായിട്ട് കട്ടി കുറച്ച് കണ്ടോ, കട്ടി കുറച്ച് ഞാനിവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീളത്തിൽ കട്ടി കുറച്ചാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം കട്ടി കുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും കട്ടി കുറച്ചുകൊണ്ട് നമ്മളിത് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ, പിന്നെ ഒരു പശയും വേണം. ഫ്ലെക്സ് ക്യൂക്ക് പറഞ്ഞൊരു പശയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാണ് ഏറ്റവും ബെറ്റർ ഒട്ടിക്കാനായിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു പശ വാങ്ങിയാൽ ഇപ്പം എന്താ, നമ്മളെ ഇഷ്ടപ്പെട്ട പാത്രങ്ങൾ നമുക്കിത് വെറുതെ കളയണ്ടല്ലോ അല്ലേ. പൊട്ടിക്കഴിഞ്ഞാൽ ഇത് കളയണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ഒട്ടിക്കാനായിട്ട് തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഒട്ടിക്കാന്ന് വെച്ചാൽ അത് ഞാൻ പുറത്തൊട്ടിച്ച് കാണിച്ചു തരാം, അപ്പോൾ ഒന്നും കൂടി നന്നായിരിക്കും. അപ്പോൾ ഞാനൊരു കനം കുറഞ്ഞ ഒരു തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ഈ പൊട്ടിയ ഭാഗത്ത് ഇതുപോലെ ഉണ്ടോ, ഇതേപോലെ വെച്ചുകൊടുത്തിട്ട് നമ്മളെ ഈ പശ ഉണ്ടല്ലോ, ഈ പശ ഇങ്ങനെ ഒറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് അടുത്ത് പിടിച്ച് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഒറ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ സംഭവിക്കണത് എന്താ നോക്കാം, നമ്മളെ ഈ തെർമോക്കോള് ഉരുകി ഇതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഉരുകി ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി അങ്ങനെ വെച്ചുകൊടുക്കുക. പൊട്ടിയ ഭാഗത്ത് കൂടി ഇതിങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഇതേപോലെ പശ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉരുകി ഒട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊട്ടിയ ഭാഗത്ത് കൂടിയൊക്കെ ഇങ്ങനെ ചെയ്യാണ് കേട്ടോ. കട്ടി മാക്സിമം കുറച്ച് കൊടുത്താൽ മതി, എന്നാൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഇത് ബാക്കിയായി നിൽക്കില്ല. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ കയ്യിലൊക്കെ പശ അവിടെ നോക്കണം കേട്ടോ. ഈ പശ ഭയങ്കര ഡോസില്ലൊരു പശയാണ്. ഇത് മേലായാലൊരു പൊള്ളലാണ്, നമുക്ക് സഹിക്കാൻ പറ്റില്ല, അത്രക്കൊരു പൊള്ളണൊരു ചൂടും ഒക്കെയാണ്. അപ്പോൾ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് ഒക്കെ മൊത്തത്തിൽ ഒരുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. ഇപ്പം ഇനി ഞാൻ ഉള്ളിലൊന്നും ഒട്ടിച്ച് കൊടുക്കണമൊന്നുമില്ല കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം മതി, മേലെ ഒരു ഭാഗത്ത് മാത്രം മതി. കണ്ടോ, ഇത്രേ ഉള്ളൂ ഇതിന് പണി. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്, വലിച്ചെറിഞ്ഞ് കളയണത്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. കണ്ടോ, അപ്പം ഇനി ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ. തണുത്തിട്ട് ഞാൻ കാണിച്ചു തരാം, വെള്ളം എടുത്ത് തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് ഒട്ടിക്കുകയാണെങ്കിലൊക്കെ കണ്ടോ, ഈ കയ്യിലൊക്കെ നമ്മൾ പശ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മിക്കവാറും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒട്ടിപ്പിടിക്കുക അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചാൽ നമുക്കിത് എങ്ങനെയായാലും വലിച്ചാൽ കിട്ടൂല, ഭയങ്കര. ഇനി അഥവാ നമ്മൾ എന്തെങ്കിലും കാട്ടിങ്ങാണ്ടത് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ തൊലി പോരും ചെയ്യും. അപ്പോൾ അതിനുള്ളൊരു ട്രിക്കും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ തണുത്ത വെള്ളം എടുക്കുക, തണുത്ത വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിച്ചത് ഞാൻ കാണിച്ചു തന്നിരുന്നില്ലേ, ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ കൈ വെച്ച് കൊടുക്കുമ്പോൾ നമുക്കിത് തന്നെ വിട്ട് പോരും കേട്ടോ, വളരെ ഈസി ആയിട്ട് വിട്ട് പോരും. അതുപോലെ തന്നെ നമ്മൾ കയ്യിൽ ഈ ഒട്ടിപ്പിടിച്ച സംഭവം ഉണ്ടല്ലോ, അത് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. നമുക്ക് കുറേ ദിവസം ആ കയ്യിൽ ആ ഒരു ഒരം ഉണ്ടാവില്ലേ, ആ പശയൊക്കെ മേലായാൽ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കൈയൊക്കെ ഒട്ടിപ്പിടിച്ച ഭാഗം റിമൂവ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ കൈ ക്ലീനായി കിട്ടുകയും ചെയ്യും. കണ്ടോ, ഈ അഥവാ പശയൊക്കെ ഒന്ന് ഒട്ടി പിടിക്കുകയാണെങ്കിൽ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ.
അതേപോലെ പൊട്ടിയൊരു പാത്രം ഒട്ടിച്ചതാണ് കേട്ടോ ഞാനിത് കണ്ടോ. ഇത് പഴയ പാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു പാത്രം ഒട്ടിച്ച് വെച്ചതാണിത് കേട്ടോ. ഇത് നല്ല പൊട്ടുണ്ടായിരുന്നു. ഇത് ഇത്രയും ഷേപ്പിൽ പൊട്ടിയിരുന്നു. പക്ഷേ നമ്മൾ ഈ പീസ് ഇതുമ്പോൾ തന്നെ പൊട്ടി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കിത് ഒട്ടിക്കാൻ പറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കിത് പറ്റൂല കേട്ടോ. ഇതിൻ്റെ സെയിം പീസ് നമുക്ക് വേണം. ഇതുമ്പോൾ പൊട്ടി നിൽക്കണ പീസ് വേണം കേട്ടോ. എന്നാലേ ഉള്ളൂ നമുക്കിത് ഒട്ടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലിച്ചെറിയേ രക്ഷയുള്ളൂ. അപ്പോൾ ഇനി ഞാനിത് നമ്മുടെ കോപ്പിയും നമ്മളെ കപ്പും ഇതേപോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിൽ രണ്ടിലൊന്ന് വെള്ളം എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ പാത്രം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. പാട്ട ഉണങ്ങിയിട്ടുണ്ട്, ഏകദേശമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളിലൊന്നും ഒട്ടിച്ചിട്ടില്ല കേട്ടോ. ഇതും അത്യാവശ്യം നല്ല പൊട്ടിക്കണ് കണ്ടോ. ഇത് ഇത്രയും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ പീസ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് കളയേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മളെ കപ്പ് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടൊന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് പഴയ ഈ പാത്രം ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽക്കും വെള്ളം ഒഴിച്ചു. ഇത് നല്ല പൊട്ടിക്കണം കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൂടെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചാൽ കാണിച്ചു തരാം. പോകുന്നുണ്ടോയെന്ന് നോക്കിക്കോളൂ. കാണുന്നുണ്ടോ, ഒരു തുള്ളി വെള്ളം പോണില്ല കേട്ടോ. ഇതാ പൊട്ടിയ ഭാഗമാണിത്. ഇതിൽ കൂടി പോകണ്ടോ നോക്കിയേ, പോണില്ല കേട്ടോ. ഉള്ളിലൊന്നും ഒട്ടിച്ചിട്ടില്ല കേട്ടോ. മേലെ മാത്രമാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. ഇതാ അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലേക്കൊന്ന് ഒഴിച്ച് കാണിച്ചാൽ കണ്ടോ. ഇതും പോണില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും നല്ല ഉപകാരമാവും. അപ്പോൾ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. അതിലേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.